ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് 10ന്റെ ട്രയാങ്കിൾസിലെ 4th ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. എന്താണ് നമുക്ക് നോക്കാം. In figure QR by QS is equal to QT by PR and angle 1 is equal to angle 2, show that triangle PQS is similar to triangle TQR. നമുക്ക് ഒരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. TQR എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ട്രയാങ്കിളിലെ സൈഡ്സിന്റെ റേഷ്യോസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് PQS എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാങ്കിളും TQR എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് കൊണ്ടുവരണം. നമുക്കറിയാം സിമിലർ ആണെന്ന് കൊണ്ടുവരണമെങ്കിൽ 2-3 ക്രൈറ്റീരിയ നമ്മൾ പഠിച്ചായിരുന്നു. SSS സിമിലാരിറ്റി ക്രൈറ്റീരിയ, പിന്നെ AAA സിമിലാരിറ്റി ക്രൈറ്റീരിയ, അല്ലെങ്കിൽ AA അല്ലേ, A സിമിലാരിറ്റി ക്രൈറ്റീരിയൻ, SAS സിമിലാരിറ്റി ക്രൈറ്റീരിയ. ഈ 3 കണ്ടീഷനിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിനെ സിമിലർ ആണെന്ന് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ഒന്ന് എഴുതാം. ഗിവൺ ഇൻ ഫിഗർ, നമുക്ക് എന്താണ് ഫിഗർ തന്നിരിക്കുന്നത്? QR ഡിവൈഡഡ് ബൈ QS ഈസ് ഈക്വൽ ടു QT ഡിവൈഡഡ് ബൈ PR ആൻഡ് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. സൈഡ്സിന്റെ റേഷ്യോസ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തത് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് അത് എഴുതാം. ടു പ്രൂവ്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ PQS ഈസ് സിമിലർ ടു ട്രയാങ്കിൾ TQR. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കപ്പോ ഇനി പ്രൂഫിലേക്ക് പോകാം. എന്താണ് പ്രൂഫിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. PQR എന്ന് പറയുന്ന ട്രയാങ്കിളിനെ ഞാനൊന്ന് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഈ ട്രയാങ്കിൾ PQR, ഈ ട്രയാങ്കിളിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. PQR എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ആംഗിൾ 1 എന്ന് പറയുന്നതും ആംഗിൾ 2 എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. ഇൻ ട്രയാങ്കിൾ PQR ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 ഗിവൺ. നമുക്ക് തന്ന കണ്ടീഷൻ ആണ് ഈക്വൽ ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് ആ കണ്ടീഷൻ ഒന്ന് എഴുതാം. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 ഇതിന് ബ്രാക്കറ്റിൽ എഴുതാം ഗിവൺ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയിട്ട് വന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കുമെന്നല്ലേ. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഈ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്ന് പറയുന്നത് ആംഗിൾ 1 ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്ന് പറയുന്നത് PR ആണ്. ആംഗിൾ 2 ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്ന് പറയുന്നത് PQ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം PQ ഈസ് ഈക്വൽ ടു PR എന്ന് എഴുതാം. ബ്രാക്കറ്റിൽ റീസൺ എഴുതണം. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ഓഫ് എ triangle are equal angles of a triangle are equal. അതായത് ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി. അടുത്തതായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോസിനെ ഒന്ന് എടുത്ത് എഴുതാം. നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. QR by QS is equal to QT by PR എന്ന് പറയുന്ന റേഷ്യോ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ എഴുതി വെച്ചിട്ടുണ്ട്. PQ PR ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു PR എന്ന് പറയുന്ന സൈഡ് കിടപ്പുണ്ടല്ലോ. ആ PR വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? PQ എന്ന് പറയുന്ന ആ സൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. QR ഡിവൈഡഡ് ബൈ QS is equal to QT by PQ എന്ന് എഴുതാം, അല്ലെങ്കിൽ QP എന്ന് എഴുതാം. QT by QP, ഇവിടെ നമുക്ക് QP ആക്കാം. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ QR by QS is equal to QT by QP എന്ന് എഴുതി. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേക്കിംഗ് റെസിപ്രോക്കൽസ്. എന്തെടുക്കാൻ പോവാണ്? ടേക്കിംഗ് റെസിപ്രോക്കൽസ്. ഈ റേഷ്യോയുടെ റെസിപ്രോക്കലിനെ നമ്മൾ എടുക്കാൻ പോവുകയാണ്. റെസിപ്രോക്കൽ മീൻസ് ഇത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് മാറും. ഡിനോമിനേറ്ററിനെ നമ്മൾ എന്തായിട്ട് എഴുതും? ന്യൂമറേറ്റർ ആയിട്ട് എഴുതും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം QS by QR is equal to QP by
ക്യൂ ടി എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് തന്ന റേഷ്യോസിനെ റെസിപ്രോക്കൽ എടുത്തു. അതാണ് നമ്മൾ ഇപ്പൊ എഴുതിയേക്കുന്നത്. ഇനി നമുക്കിനി എന്താണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് പി ക്യു എസ് എന്ന് പറയുന്ന ട്രയാങ്കിളും ടി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളുമാണ് നമുക്ക് സിമിലർ ആണെന്ന് കൊണ്ടുവരേണ്ടത്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന അടുത്ത രണ്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? പി ക്യു എസ് ആൻഡ് ടി ക്യു ആർ. നമുക്ക് എഴുതാം, ഇൻ ട്രയാങ്കിൾ പി ക്യു എസ് ആൻഡ് ട്രയാങ്കിൾ ടി ക്യു ആർ. ഈ രണ്ട് ട്രയാങ്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്, പി ക്യു എസും ടി ക്യു ആറും. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. പി ക്യു എസ് എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിൾ ആണ്. ടി ക്യു ആർ എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിനകത്ത് നിന്ന് എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് എഴുതാം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ എഴുതാൻ പറ്റും. പി ക്യു എസ് എന്ന് പറയുന്ന ട്രയാങ്കിളിലെയും ടി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും സൈഡ്സിന്റെ റേഷ്യോ ആണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. നോക്കിക്കേ, ക്യു എസ് എന്ന് പറയുന്ന സൈഡ് എന്ന് പറയുന്നത് പി ക്യു എസ് എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈഡാണ് ബൈ ക്യു ആർ. ക്യു ആർ എന്ന് പറയുന്നത് ടി ക്യു ആർ എന്ന് പറയുന്ന സൈഡ് ട്രയാങ്കിളിന്റെ സൈഡാണ്. ആ രണ്ട് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ക്യു എസ് ബൈ ക്യു ആർ ഇസ് ഈക്വൽ ടു ക്യു പി ബൈ ക്യു ടി. ക്യു പി എന്ന് പറയുന്നത് പി ക്യു എസ് എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈഡാണ്. ക്യു ടി എന്ന് പറയുന്നത് ടി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈഡാണ്. അവ തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ട് എന്ത് എഴുതാം? ക്യു എസ് ബൈ ക്യു ആർ ഇസ് ഈക്വൽ ടു ക്യു പി ബൈ ക്യു ടി എഴുതാമല്ലോ. രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്ന് കിട്ടി. കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോസ് ഈക്വൽ ആണെന്നാണ് ഈ തന്നേക്കുന്നത്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എഴുതിയതാണ്. ഗിവൺ എന്ന് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പ്രൂവ്ഡ് അബോവ് എന്ന് എഴുതാം. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. പി ക്യു എസ് എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ആംഗിൾ ആണ് 1. ടി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ആംഗിൾ ആണ് 1. സോ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 1 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? കോമൺ ആംഗിൾ ആണ് ഇല്ലേ? അതായത് പി ക്യു എസ് എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ആംഗിൾ പി ക്യു എസും ട്രയാങ്കിൾ ടി ക്യു ആറിലെ ആംഗിൾ ടി ക്യു ആറും ഈക്വൽ ആണ്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടും എന്തെന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത്? ആംഗിൾ 1. അതായത് ഇത് കോമൺ ആംഗിൾ ആണ്. രണ്ട് ട്രയാങ്കിളിലെയും കോമൺ ആംഗിൾ ആണ് ആംഗിൾ പി ക്യു എസും ആംഗിൾ ടി ക്യു ആറും. അപ്പൊ നമുക്കിവിടെ രണ്ട് കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്. സൈഡ്സിന്റെ റേഷ്യോസ് ഈക്വൽ ആണെന്ന് കിട്ടി, ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടി. എന്ന് വെച്ചാൽ പി ക്യു എസ് എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ഈ സൈഡും വന്നിട്ടുണ്ട്, ഈ ഇൻക്ലൂഡഡ് ആംഗിളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ഈ സൈഡും വന്നിട്ടുണ്ട്, ക്യു ആർ എന്ന് പറയുന്ന സൈഡ് വന്നിട്ടുണ്ട്, ഇൻക്ലൂഡഡ് ആംഗിളും നമ്മൾ ഈക്വൽ ആണെന്ന് എഴുതിയിട്ടുണ്ട്. സോ അങ്ങനാണെങ്കിൽ നമുക്ക് എഴുതാം എസ് സിമിലാരിറ്റി ക്രൈറ്റീരിയൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ പി ക്യു എസ് ഈസ് സിമിലർ ടു ട്രയാങ്കിൾ ടി ക്യു ആർ എന്ന് എഴുതാം. എസ് സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. മനസ്സിലായല്ലോ?